السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ആലു ഇമ്രാനിലെ 139 ആയത്ത് വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. രണ്ട് കാര്യങ്ങളാണ് ഒരു ഏവറേജ് മനുഷ്യന്മാർക്ക് ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യേണ്ട കാര്യം. ഒന്ന് വീക്ക്നെസ്സും, രണ്ട് ഗ്രീവും. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഈ രണ്ട് കാര്യങ്ങൾക്കും എളുപ്പമുണ്ട് എന്നാണ് അള്ളാഹു നമ്മളെ ഉണർത്തുന്നത്. ദുഃഖമുണ്ടാകുക, സങ്കടമുണ്ടാകുക എന്ന് പറയുന്നത് പണ്ട് കഴിഞ്ഞുപോയ കാര്യത്തെ ഓർത്തായിരിക്കും. വല്ല നഷ്ടമോ, നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മൺമറഞ്ഞു പോയതോ, ആരെങ്കിലും നമ്മളോട് ചെയ്ത ക്രൂരതയോ അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തിയ കാര്യങ്ങളോ ഓർത്തുകൊണ്ടായിരിക്കും നമ്മൾക്ക് വീണ്ടും വീണ്ടും സങ്കടമുണ്ടാവുക. നിരന്തരം അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീക്കാവും. വീക്ക്നെസ്സിനെ കുറിച്ച് മെഡിക്കൽ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിനെയും മാനസികാവസ്ഥയും അത് സാരമായി ബാധിക്കും എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ വീക്ക്നെസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ എനർജി നഷ്ടപ്പെടും. രണ്ടാമത്തേത്, നമ്മളുടെ മസിൽ അട്രോഫി എന്ന് പറയുന്ന കാര്യമുണ്ട്. ഒരുപാട് കാലത്തോളം ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വീക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മസിൽ ലോസാവും, നഷ്ടപ്പെടും. പിന്നെയുള്ള കാര്യം, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് വീക്ക്നെസ് കൊണ്ടുണ്ടാകുന്ന സംഭവം ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ തകരാറില്ല, രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടും. പിന്നൊരു കാര്യം ഉണ്ടാവുക, മെഡിക്കൽ സയൻസ് പറയുന്നത് പുവർ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആയിട്ടില്ല എങ്കിൽ അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കാണ് പിന്നീട് പോവുക. മാത്രമല്ല, ഇത്തരം ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരും. കാരണം ഭക്ഷണത്തോടൊന്നും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പറ്റിറ്റ്, ആസ്വാദനം, ടേസ്റ്റ് ഇല്ലാതായി പോകും. ഇനി സങ്കടം കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗ്രീഫ്, ഫാറ്റിക്, എക്സോഷൻ എന്ന് പറഞ്ഞ സയൻസ് പറയുന്നത്. ഗ്രീഫ് ക്യാൻ ഡ്രെയിൻ എ പേഴ്സൺസ് എനർജി ലീഡിങ് ടു കോൺസ്റ്റൻറ്റ് ടയേർഡ്നെസ്. വളരെ ക്ഷീണിച്ചു കൊണ്ടേയിരിക്കും, എപ്പോഴും ക്ഷീണമായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഉറക്കിനെ ബാധിക്കും. മൂന്നാമത്തത്, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് പലതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുമ്പോൾ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി അത് സാരമായി ബാധിക്കും. പിന്നെ പല ഭാഗത്തുനിന്നും പെയിന് വരാൻ തുടങ്ങും. ജോയിൻറ്റ് പെയിന്, ആ വേദന, ഈ വേദന, ബാക്ക് പെയിൻ, ഇങ്ങനെ ഓരോന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഇതിനേക്കാളും പുറമേ കാർഡിയോ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ എന്താണ് വഴി? അതിന് അള്ളാഹു മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നല്ലദീന കാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു. എൻ്റെ റബ്ബ് സംരക്ഷകൻ, പ്രൊവൈഡർ, സസ്റ്റെയിനർ അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ പിന്നീട് അതിൽ അടിയുറച്ചു നിൽക്കണം. എങ്കിൽ അവന് ഒന്നിനെ ഭയപ്പെടേണ്ടതില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അതുകൊണ്ട് തന്നെ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അതിന് വേണ്ടത് അള്ളാഹുവിനെക്കുറിച്ച് കോൺഷ്യസ് ആയിട്ടുള്ള, ബോധത്തോടുകൂടിയുള്ള ഒരു മനസ്സ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകൾ ആ മനസ്സിന് നിറക്കണം. എങ്കിൽ അള്ളാഹു പറയാണ്, അല്ലദീന ആമനു തത്മഇന്ന ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഹൃദയത്തിൽ നിറയ്ക്കുകയും ചെയ്ത ആളുകളെ, നിങ്ങൾക്കാണ് സമാധാനം.
അങ്ങനെ സമാധാനമുണ്ടാവുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.